മാസത്തിലൊരിക്കലെങ്കിലും ഒരു പെഡിക്യൂർ വീട്ടിൽ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ്. അതെന്നും വിചാരം മാത്രമായിട്ട് ഇരുന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തവണ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട്, അതായത് എനിക്ക് ഒട്ടും പണിയെടുക്കണ്ട, എന്നാൽ പെഡിക്യൂർ ചെയ്യുകയും വേണം. അങ്ങനെ എഫക്റ്റീവായിട്ടൊരു പെഡിക്യൂർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫൈനലി ഞാനൊരു തീരുമാനത്തിലെത്തി. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ മാസത്തിൽ ഒരു തവണയല്ല 2 തവണയൊക്കെ ചെയ്യാറുണ്ട്. ഇത്രയും മടിയുള്ള ഞാൻ 2 തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്രമാത്രം സിമ്പിളാണെന്നുള്ള കാര്യം. അത്രയും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല, സമയമില്ല, അതാണ് സത്യം. സോ അത്രയും എളുപ്പത്തിൽ എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ റിസൾട്ട് കിട്ടുന്ന ഒരു പെഡിക്യൂർ, നല്ല അടിപൊളി മസാജൊക്കെ കൊടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. കാലിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഇത് മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അത്രയും അടിപൊളിയാണ്. വീഡിയോ മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടു നോക്കണേ. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സൺ ടാൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെഡിക്യൂറാണ്. സോ ആദ്യം തന്നെ നമ്മളൊരു ടബിൽ ഒരു വലിയ ബക്കറ്റ് വേണം, കാല് മുക്കി വെക്കാനുള്ളതല്ലേ. അതിന് വലിയ ബക്കറ്റ് എടുക്കുക, അതിലോട്ട് വെള്ളം നിറച്ചു കൊടുക്കുക. ഇതൊരു ചെറിയ ചൂടുള്ള വെള്ളമാണ്. ഞാൻ പച്ചവെള്ളം എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചതാണ് കേട്ടോ. എന്നിട്ട് ചെറിയ ചൂടേ ഉള്ളൂ, അതിലോട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കല്ലുപ്പ് എടുത്ത് അതൊന്ന് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനോടൊപ്പം വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എത്ര ക്വാണ്ടിറ്റി ആണോ വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ച് കല്ലുപ്പിൻ്റെ അളവിലും ബേക്കിംഗ് സോഡയുടെ അളവിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം ഒരു പകുതി നാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ 1 സ്പൂൺ ഷാമ്പു കൂടെ ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ കല്ലുപ്പ്, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ഇതൊക്കെ തന്നെ അളവിനനുസരിച്ച്, അതായത് സ്പൂൺ കൊണ്ട് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഇതുപോലെ റാൻഡമായിട്ട് ചേർത്താലും മതി കേട്ടോ. 1 സ്പൂൺ ഷാമ്പു എടുത്താൽ മതി. എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഇതിലോട്ട് മുക്കി വയ്ക്കണം. ഈ ഒരു വെള്ളം സർക്കുലേറ്റ് ആകുന്ന ഒരു സംഭവം, അത് എന്ത് സാറ്റിസ്ഫൈയിങ് ആണ്. കൊച്ചിലെ നമ്മൾ ഒരുപാട് കളിച്ചിട്ടുള്ള സാധനമാണ്. എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് അതങ്ങ് ഓർമ്മ വന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ കാല് രണ്ടും ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കുക. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും വെച്ചിരിക്കണം. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകും. എന്നിട്ട് നമുക്കത് സ്ക്രബ് ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. കാലിന് അടിഭാഗത്ത് വരുമ്പോൾ നല്ല കട്ടിയുള്ള സ്കിന്നായിരിക്കില്ലേ, ഹീൽസിൻ്റെ അവിടെയൊക്കെ, അതൊക്കെ സ്ക്രബ് ചെയ്യാനും അതൊന്ന് സോഫ്റ്റ് ആക്കാനും ഒക്കെ ഈ ഒരു മുക്കി വെക്കുന്ന പ്രോസസ്സ് ചെയ്താൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ 15 മിനിറ്റിന് ശേഷം ഇതുപോലൊരു പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് കാലെടുത്ത് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നോർമലി എങ്ങനെയാണോ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്യൂമിക് സ്റ്റോൺ വെച്ച് ചെയ്യുക. പിന്നെ ഈ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനിവിടെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹീൽസിൻ്റെ അവിടെ നിന്ന് കാലിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ഇത് വെച്ച് സ്ക്രബ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ ഉപ്പും സോഡാപ്പൊടിയും ഒക്കെ ഇട്ട വെള്ളം ഉണ്ടല്ലോ, അതിലോട്ട് കാലിറക്കി വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു ലൂഫയിൽ നമ്മുടെ സോപ്പ് ഉപയോഗിച്ചിട്ട് കാല് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ നമ്മൾ വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് പൊടി അടിച്ചിരിക്കും സ്കിന്ന്. ആ ഒരു പൊടിയോട് കൂടി ഇത് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പൈപ്പിൻ്റെ ചോട്ടിലോ വാഷ്റൂമിലോ പോയിട്ട് കാല് നന്നായിട്ട് ഉരച്ച് കഴുകും. അതായത് ലൂഫ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ അഴുക്കെല്ലാം പോയിട്ടുണ്ടാവും. എക്സസ് ആയിട്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള അഴുക്കുണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു പാമ്പറിങ് റുട്ടീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഞാൻ ലൂഫ വെച്ചിട്ട് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ലൂഫ വെച്ച് സ്ക്രബ് ചെയ്യണം എന്നുണ്ടെങ്കിലും ചെയ്യാം, പക്ഷേ ഇത് രണ്ടും കൂടി ഈ ഒരു സമയത്ത് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ കാല് ഉരച്ച് കഴുകിയതിന് ശേഷം വീണ്ടും ആ വെള്ളത്തിൽ തന്നെ ഇറക്കി വെക്കുകയാണ്. കാര്യം നമ്മുടെ സ്കിൻ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കാനും മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും കുറച്ച് വാട്ടറി ആയിരിക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഞാനൊരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പാലും അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. പാല് നിങ്ങൾക്ക് ഇത്രയും എടുക്കണ്ടെന്നുണ്ടെങ്കിൽ പകുതി പാലും പകുതി നല്ല ശുദ്ധമായ വെള്ളവും ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ പാലിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കാല് ഫുള്ള് നനഞ്ഞിരിക്കുന്നത് കൊണ്ടും
അതുപോലെ എനിക്ക് നടന്നു പോയി സ്പൂൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. എനിവേയ്സ് നമുക്ക് മിക്സാക്കാം. പാക്ക് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് നമ്മുടെ കാലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സൺ ടാൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇതിന് പാലിന് പകരമായിട്ട് തൈര് യൂസ് ചെയ്യുക. തൈര് അല്ലെങ്കിൽ പാൽ, ഇതിൽ രണ്ടിൽ ഏത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സൺ ടാനൊക്കെ മാറ്റാനായിട്ടാണെങ്കിൽ തൈര് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്ററാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പാൽ യൂസ് ചെയ്തത്. സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും പാലും നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ സ്കിന്നിലോട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത ബക്കറ്റ് കുറച്ച് വലുതാണ്, അതുപോലെ തന്നെ അത് നല്ല കട്ടിയുള്ള ബക്കറ്റും കൂടെയാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിപ്പോൾ ചെറിയ ബക്കറ്റാണ്, അങ്ങനെ വെച്ച് ചെയ്യാനായിട്ട് സൗകര്യമില്ല. നമ്മൾ കാല് ചോട്ടുമ്പോൾ ബക്കറ്റ് മറിഞ്ഞ് വീഴുന്ന അവസ്ഥയാണെങ്കിൽ ഒരു മാറ്റ് നമ്മുടെ തൊട്ടടുത്ത് ഇട്ടേക്കുക, ഒരു കാർപ്പറ്റ് അല്ലെങ്കിൽ മാറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ചെയ്യുമ്പോൾ പഴയതായാൽ നല്ലത്. അതിട്ടിട്ട് നമുക്കിതുപോലെ കാലിൽ പാക്കൊക്കെ ഇടുമ്പോഴും നനഞ്ഞ കാലെടുത്ത് പുറത്ത് വയ്ക്കുമ്പോഴൊക്കെ അതിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ റൂമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് മെസ്സി ആവത്തില്ല. അതല്ലെങ്കിൽ പുറത്തിരുന്നിട്ട് ചെയ്യുക, സ്റ്റെപ്പിലോ കിച്ചൻ്റെ അവിടെയൊക്കെ ഇരുന്നിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെസ്സ് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഞാൻ ഒരു 1 ഇയർ മുന്നേ വരെ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു. എന്നാലും പെഡിക്യൂർ ചെയ്യുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ലൂഫ വെച്ച് ക്ലീൻ ചെയ്യും, പാക്കൊക്കെ ഇട്ട് സ്ക്രബും ചെയ്യാറുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടൊരു സോക്കിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു പാമ്പർ റുട്ടീൻ പോലെ പെഡിക്യൂർ ചെയ്തിട്ടില്ല. മടി തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ഇത്തവണ മടിയൊക്കെ മാറ്റി വെച്ച് കുറേ കൂടെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. 2 കാലിലും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഇത് വെള്ളത്തിനകത്തോട്ട് മുക്കി വെക്കരുത്, റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. പുറത്ത് കാല് വെച്ചിരുന്നാൽ മതി. 10 മിനിറ്റ് വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ കാല് ഒന്ന് കഴുകിയെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കാല് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വന്നത്. കാര്യം അഴുക്കുള്ള വെള്ളമാണെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഞാൻ ഓൾറെഡി ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലൂഫ വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ള അഴുക്ക് പൊടിയെല്ലാം കാലിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് തുടച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാമ്പർ റുട്ടീൻ ചെയ്യുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ മെസ്സാവത്തില്ല. ഒത്തിരി അഴുക്ക് കളയലല്ലോ, നമുക്ക് എക്സ്ട്രാ ഉള്ള ഡെഡ് സെൽസ് അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കിന്നിനൊരു പാമ്പർ റുട്ടീൻ കൊടുക്കുക, മോയ്സ്ചറൈസ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. കഴുകുക, അഴുക്ക് മൊത്തം കഴുകിക്കളയുക എന്നുള്ളത് ബേസിക്കായിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് ആദ്യമേ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു സംഭവം ചെയ്തു കൊടുക്കുന്നത്. ഈ വെള്ളം തന്നെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട്, കാര്യം നല്ല നീറ്റായിട്ടുള്ള വെള്ളം തന്നെയാണ്. കാല് മുക്കി വെച്ചിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ അഴുക്കൊന്നുമില്ല. ഡെഡ് സെൽസ് മാത്രമാണ് നേരത്തെ നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം കൂടെ സ്ക്രബ് ചെയ്ത് ഒന്ന് മുക്കി വയ്ക്കുന്നുണ്ട്. ആ വിരലിനവിടെയായിട്ട് ഡ്രൈ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് മുക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആകും. എന്നിട്ട് ഈ കാലും സ്ക്രബ് ചെയ്തതിന് ശേഷം 2 കാലും ഒന്നും കൂടെ സ്ക്രബ് ചെയ്ത് കൊടുക്കും. എക്സസ് ആയിട്ടുള്ള അരിപ്പൊടി അതിൽ പറ്റി പിടിച്ചിട്ട് ഉണ്ടാവും, അതൊക്കെ സോക്കായി വരും. അപ്പോഴേക്കും അതൊക്കെ കംപ്ലീറ്റ്ലി സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്സ് എല്ലാം കൂടെ ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യം ലൂഫ വെച്ചിട്ട് സോപ്പും ഒക്കെ യൂസ് ചെയ്ത് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് നമ്മൾ കാലിൽ അഴുക്കൊക്കെ കംപ്ലീറ്റ്ലി കളഞ്ഞിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ കാണിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് നിർബന്ധമായിട്ട് ചെയ്യും. അതിനുശേഷം ഞാൻ ഈ ടബിൽ വെള്ളമെടുത്തു. എന്നിട്ട് നേരത്തെ ചേർത്ത് കൊടുത്ത 3-4 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുചൂട് വെള്ളമാണ് എടുത്തത്. ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തതിന് ശേഷം കാല് മുക്കി വെച്ചു. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ കാല് മുക്കി വെച്ചു. ഒരു പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്ത് കാലിൻ്റെ അടിഭാഗം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അതിനുശേഷം ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പാക്ക് സ്കിന്നിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. സെമി ഡ്രൈ ആയി തുടങ്ങിയപ്പോൾ വെള്ളം തളിച്ചു കൊടുത്ത് ഇതുപോലെ വാഷ് ചെയ്ത് കളഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോസസ്സ്. 3 സ്റ്റെപ്പാണ് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കാല് ഫുള്ളായിട്ടും ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്ത് ഒന്ന് ചെറുതായിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ട് ചെറിയൊരു നനവോട് കൂടി തന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതൊരു മോയ്സ്ചറൈസറും നമുക്ക് യൂസ് ചെയ്യാം. തിക്കായിട്ടുള്ള ക്രീമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് വാസ്ലിനും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു സമയത്ത് മാത്രമാണ് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട്. മാസത്തിൽ ഒരേ ഒരു ദിവസമല്ല, അപ്പോൾ ഡീപ്പായിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ സ്കിന്ന് അതിന് പറ്റുന്ന അത്രേ വലിച്ചെടുക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എക്സസ് ആണ്. അതുകൊണ്ട് ഇത്രയും വേണമെന്നില്ല, കുറച്ച് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്താലും മതി.
ഇനി അടുത്തതായിട്ട് ഈ ഒരു മസാജിങ്, അതായത് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് സ്കിന്നൊന്ന് മസാജ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്കിന്നിലോട്ട്. നിങ്ങൾക്ക് ഏതൊരു ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. 1-2 ഡ്രോപ്പ് മാത്രം എടുത്താൽ മതി. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ഹൈഡ്രേഷന് വേണ്ടിയിട്ടും ആ ഒരു കംപ്ലീറ്റ് നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയൊക്കെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും അതുപോലെ നന്നായിട്ട് നിറം വയ്ക്കാനും സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു അടിഭാഗത്തുണ്ടല്ലോ അവിടെയും നമ്മളിതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. ഈ മോയ്സ്ചറൈസറും ഓയിലും യൂസ് ചെയ്ത് ആ ഒരു അടിഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ. ഇത് നമ്മൾ എല്ലാ ദിവസവും പെഡിക്യൂറൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു പ്രോസസ്സ് എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ട മോയ്സ്ചറൈസർ, ഒരല്പം മോയ്സ്ചറൈസർ എടുത്ത് പോലും ഇതുപോലെ മസാജ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ഹെൽത്തിന് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. എനിക്കും നന്നായിട്ട് ഒരു പാമ്പർ റുട്ടീൻ കിട്ടുന്നത് പോലെയും റിലാക്സ് ആകുന്നത് പോലെയും തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ അടുത്തതായിട്ട് കുങ്കുമാതി തൈലമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നാൽപ്പാമരാതിയുടെയോ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ, സാധാരണ വെളിച്ചെണ്ണയായാലും മതി, നല്ല റിസൾട്ട് തന്നെ കിട്ടും. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് യൂസ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണ വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ, കുക്കിംഗ് ഓയിലൊന്നും എടുക്കരുത്. സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല എണ്ണകൾ നോക്കിയിട്ട് എടുക്കുക. അത് നമുക്ക് സ്കിന്നിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മോയ്സ്ചറൈസർ ചെയ്തതിന് ശേഷം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് വെച്ചിട്ടും നല്ലൊരു മസാജ്. ഇത്രയും ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു പെഡിക്യൂർ റുട്ടീൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്തത്. സ്റ്റെപ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര പാടുള്ള പരിപാടിയൊന്നും അല്ല. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് സ്റ്റെപ്സൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാല് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. സൂപ്പർ ടിപ്സാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വളരെ യൂസ്ഫുള്ളാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ ഉടനെ കാണാം. ബൈ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.